പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കയാൽ അവർ ഇടറി വീഴുവാനിടയാകും. അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു. സങ്കീർത്തനം 64:8. നമ്മുടെ സമൂഹത്തിൽ പല വിഷയങ്ങളുടെയും അവസാനത്തിൽ സ്വന്തം നാവിലും ധാർഷ്ട്യത്തിലും ഊറ്റം കൊള്ളുന്നവർ അവരുടെ സ്വന്തം നാവിന്റെ പ്രയോഗം കൊണ്ട് തന്നെ അവർക്കും അവരോടൊപ്പം നിൽക്കുന്നവർക്കും നാശങ്ങളും അനർത്ഥങ്ങളും തോൽവികളും വരുത്തുന്നത് കാണുവാൻ നമുക്ക് കഴിയും. ശൗൽ രാജാവിന് അവന്റെ അഹങ്കാര പ്രമത്തതയും ഈഗോയും നിമിത്തം ദാവീദ് രാജാവിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ശൗൽ രാജാവിനെ വധിക്കുവാൻ ദാവീദിന് പല അവസരങ്ങളും ഉണ്ടായിട്ടും അങ്ങനെ ചെയ്യാതെ ദൈവത്തിൽ സമർപ്പിക്കുന്നത് നാം കാണുന്നു. ഈ ധ്യാനം ശ്രദ്ധിക്കുന്ന നാം ഓരോരുത്തരും നമുക്ക് നേരെ ഉണ്ടാവുന്ന ദുഷ്ടതയ്ക്ക് പ്രതികാരം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ദൈവാത്മാവിൽ പ്രചോദിതരായി അവയെ അതിജീവിക്കാൻ പഠിക്കുകയും വേണം. തന്നെ കാലാകാലങ്ങളിൽ ഉപദ്രവിക്കുകയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിരുന്ന സിറിയ രാജാവിന്റെ പടനായകൻ തന്റെ കുഷ്ഠം മാറിക്കിട്ടേണ്ടതിലേക്ക് സിറിയ രാജാവിന്റെ കത്തുമായി ഇസ്രായേൽ രാജാവിനെ സമീപിക്കുമ്പോൾ രാജാവ് നയവാന് എലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് അയക്കാതെ തന്റെ കുപ്പായം വലിച്ചു കീറുകയും ബഹളം വെച്ച് അവൻ തന്നെത്താൻ അപമാനിതനാവുകയും ചെയ്യുന്നത് 2 രാജാക്കന്മാർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇത് നമ്മിൽ പലരും ചെയ്യാറുള്ള കാട്ടിക്കൂടലുകളാണ്. പരിശുദ്ധാത്മാവിന്റെ ആലോചനയോട് വേണ്ടവിധം പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയാറില്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പല അനർത്ഥങ്ങളുടെയും കാരണം മാതാപിതാക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും അശ്രദ്ധയുടെയും അച്ചടക്കമില്ലായ്മയുടെയും ജാഗ്രതയില്ലായ്മയുടെയും പിഴവ് മൂലമാണ്. കുടുംബാംഗങ്ങൾ ആരെല്ലാമായി അടുക്കണം, പരിചയപ്പെടാം എന്നുള്ളതിന് ഒരു ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടതില്ലേ? കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടിയിരുന്ന് സംസാരിക്കുവാനും വിഷയങ്ങൾ പങ്കുവയ്ക്കുവാനും ഒന്നിച്ചു കൂടിയിരുന്ന് കുടുംബാരാധന നടത്തുവാനും ഇന്ന് പലർക്കും നേരമില്ല. അന്യർക്ക് വാതിലുകൾ തുറന്നിട്ടിട്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ വേലിക്കെട്ടുകൾ തീർക്കുന്നില്ലേ? പണത്തോടുള്ള ആർത്തിയും അത്യാർത്തിയും നിമിത്തം അതിന്റെ പിറകെ ഓടുന്ന സമയത്ത് പല ബന്ധങ്ങളും മുറിച്ചു മാറ്റുമ്പോൾ തനിക്ക് തന്നെയാണ് നാശം വരുത്തി വയ്ക്കുന്നതെന്ന് നാം ഒരിക്കലും ഓർക്കുന്നില്ല. നവമാധ്യമങ്ങളുടെ ഉപയോഗം നമുക്ക് നല്ലതാണെങ്കിലും അവ വരുത്തി വയ്ക്കുന്ന വിനയും അപകടവും ഭയങ്കരമാണ്. അപക്വമായ രീതിയിൽ പലരും പലതും പടച്ചുവിടുമ്പോൾ സഭയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന ചേരിതിരിവുകളും അനർത്ഥങ്ങളും വലുതാണ്. ഇവയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കേണ്ടതാണ്. എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് കരുതുക. പരിശുദ്ധ വിവാഹത്തിന് വധൂവരന്മാരോട് അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ എന്ന് പറയുമ്പോൾ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചാൽ മാത്രം പോരാ എന്നുകൂടി അറിഞ്ഞിരിക്കണം. അവരവർ ശ്രദ്ധിച്ചിരിക്കേണ്ടതും ഉണ്ട്. ഓർക്കുക, ദാവീദിനുണ്ടായ പീഡനങ്ങൾ പോലെയുള്ളവ ഉണ്ടാകുമ്പോൾ ദാവീദിനെ പോലെ നമുക്കും ദൈവത്തിൽ സമർപ്പിക്കാം. എന്നാൽ കോലായിക്ക് വായാലെ നാശം എന്ന് പറയുന്നത് പോലെ നാമായി വരുത്തി വയ്ക്കുന്ന വിനകൾക്ക് ആരെ ഉത്തരം പറയണം? നമുക്ക് പ്രാർത്ഥിക്കാം. വിക്കനായ മോശയ്ക്ക് അഹറോൻ കൂട്ടായിരുന്നത് പോലെ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോടുകൂടി ഇരുന്ന് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഈ പ്രഭാത സമയത്ത് നിന്റെ മക്കളായ ഞങ്ങളോട് തൃപ്പാദത്തിൽ അടുത്തു വന്ന് അപേക്ഷയും യാചനയും നടത്തുന്നു. പുതുപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.